താൻ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നോ കീഴടങ്ങില്ല എന്നോ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോട് വിശ്വാസമില്ല എന്നൊന്നും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഹാജരാകാമെന്ന് പറഞ്ഞ ഒരു MLA അർദ്ധരാത്രി വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് ആവശ്യകതയായിരുന്നു പിണറായി പോലീസിനുണ്ടായിരുന്നത്? അതിനു പിന്നിൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: വ്യക്തിഹത്യ ചെയ്യുക. നാളെ LDFന് ഭരണം പോയാലും കുഴപ്പമില്ല. ഈ 10 വർഷം കൊണ്ട് പിണറായിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി നടത്തിയ മാങ്കൂട്ടത്തെ പൂട്ടിക്കെട്ടി കൊലച്ചിരിച്ചിരിക്കാനുള്ള പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികാര ബുദ്ധിയാണ് ഈ കേസിൽ കാണാനായത്. 3ാമത്തെ ബലാത്സംഗ കേസിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ പോലീസ് ചെയ്ത ചില പാളിച്ചകളും പോലീസിന്റെ അമിത ആവേശവുമാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. ഒരിക്കലും അത് MLA ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുകയോ തെറ്റിനെ കുറച്ചു കാണിക്കുകയോ അല്ല. പക്ഷേ പോലീസ് പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ അവർ കാണിച്ച വീഴ്ചയെ തുറന്നു കാണിക്കുന്നു എന്ന് മാത്രം. ഇരയുടെ മൊഴി വീഡിയോ കോൺഫറൻസ് വഴി എടുത്തതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ 3 ദിവസത്തിനുള്ളിൽ അതിൽ ഒപ്പിടണമെന്ന നിർബന്ധിത നിബന്ധന പാലിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇരയുടെ വൈദ്യപരിശോധന ഉടനടി നടത്തിയിട്ടില്ല എന്നും ഇത് ബലാത്സംഗ അന്വേഷണത്തിലെ നിർണായക ഘട്ടമാണെന്നുള്ളതും പോലീസ് മറന്നതോ അതോ അമിത ആത്മവിശ്വാസത്തിൽ മുങ്ങിപ്പോയതോ എന്നതും വലിയ ചോദ്യമായി മാറുകയാണ്. ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് മൊഴി രേഖപ്പെടുത്തുകയും വീഡിയോയിൽ പകർത്തുകയും ചെയ്തിരുന്നത്. എന്നാൽ അത് നടന്നതിന്റെ യാതൊരു തെളിവും ഇതുവരെ പുറം ലോകം കണ്ടിട്ടേയില്ല. ഒരു നോട്ടീസ് പോലും നൽകാതെ ഒരു കള്ളനെ പോലെ അർദ്ധരാത്രി അറസ്റ്റിന്റെ ആവശ്യകത എന്തെന്ന് വ്യക്തമാണ്. പിണറായി പോലീസിന് എന്നല്ല, അടുത്ത 10 വർഷം കഴിഞ്ഞാലും കേരള പോലീസിന് ഈ പെട്ടെന്നുള്ള ആവേശത്തിന്റെ ഉത്തരം നൽകാനാകില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിച്ചതിന് പകരം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി സമർപ്പിച്ചതിലും കേസ് ആരംഭിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിക്കുന്നത് ഒരു നിഷ്പക്ഷത താല്പര്യം അല്ലെങ്കിൽ ഒരു ഗൂഢലക്ഷ്യം സൂചിപ്പിക്കുന്നുണ്ട്. 2024 ഏപ്രിൽ മുതൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിച്ചു എന്ന ഇരയുടെ അവകാശവാദത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കേണ്ടത്. പോലീസ് അത്തരം തെളിവുകൾ സൂക്ഷിക്കുന്നതിന് പകരം ഇര സ്വയം സൂക്ഷിക്കുന്നത് വളരെ അസാധാരണമാണ്. മാങ്കൂട്ടത്തെ അയോഗ്യനാക്കാനുള്ള നിയമപരമായ വഴികൾ LDF അന്വേഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മാങ്കൂട്ടത്തെ വെച്ച് കോൺഗ്രസിനെ പഴിചാരാമെന്നുള്ള CPM വ്യാമോഹം പൊളിഞ്ഞു വീണിരുന്നു. അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടുന്നതിന് മുൻപ് വക്കീലിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ മാങ്കൂട്ടത്തിനെ കടത്തിവെട്ടിക്കൊണ്ട് ഗസറ്റഡ് ഓഫീസറെ ഇറക്കിയുള്ള അസാധാരണ നീക്കത്തിന് എന്തിനാണ് പോലീസ് തയ്യാറായത് എന്നതിനും ഉത്തരമില്ല. അതിജീവിത കള്ളക്കേസ് ചമച്ചതാണെന്നോ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. പക്ഷേ അയാളെ പൂട്ടാനായി പോലീസ് പാലിക്കേണ്ട നടപടികൾ ഒന്നും പാലിക്കാതെ ധൃതി പിടിച്ച് ആർക്ക് എന്തിനു വേണ്ടിയാണ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി.